അഞ്ചരക്കണ്ടയിലെ ദന്തൽ വിദ്യാർത്ഥി നിതിൻ രാജ് മരിക്കുന്നതിന് മുൻപ് സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശം പുറത്ത്. അധ്യാപകർ കൂട്ടത്തോടെ അധിക്ഷേപിച്ചെന്നും വിധിയെന്ന് വിളിച്ചുവെന്നും സ്റ്റാഫ് റൂം കൂട്ടമായി ആക്രമിക്കുന്ന സ്ഥലമാണെന്നും നിതിൻ വ്യക്തമാക്കി. കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഇവിടെ, സ്റ്റാഫ് റൂമും എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ. സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങി നിന്റെ കൈയും കാലും വിട്ടും, നീ കൈയില്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരും. ഞാൻ സാറേ അതൊന്ന് കാണണമെന്നു ഇല്ല, സംഗീതം നമ്മളെല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കും. അപ്പോൾ അജീഷമ പറഞ്ഞ് നിതിൻ കോളെന്ന് പറഞ്ഞു. ഇന്നലെ ശരിക്കും നിങ്ങളെല്ലാം കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ്സും ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല വെറുതെ എണീച്ചിരുത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണേ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരൻസിന് പോയി ഇത് കൊടുക്കുക, എൻ്റെ സർപ്രൈസ് ആയിട്ട് കൊടുത്തേക്കാൻ ഇൻസൾട്ട്. ഓക്കെ, ഞാൻ 23 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ ജാതി അധിക്ഷേപത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നിറത്തിന്റെ പേരിൽ അധിക്ഷേപം സഹിച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഒരു വീട് അല്ലെങ്കിൽ ഒരു പരിസരം മുഴുവൻ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത്. അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. വീടിന് അകത്തേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നു. നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, അച്ഛന്റെ തൊഴിലിന്റെ പേരിൽ, ഒരു പെയിന്റിംഗ് പണിക്കാരന്റെ മകനാണ്. വീടും സാഹചര്യങ്ങളും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അമ്മയടക്കം പുഴുത്ത പട്ടി എന്ന് പോലും തന്റെ മകനെ വിളിച്ചുവെന്നാണ് അച്ഛൻ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ആക്ഷേപിക്കുന്ന ഒരു അധ്യാപകർ, ഇവരേക്ക് അധ്യാപകർ എന്ന് തന്നെ വിളിക്കാമോ എന്ന് നമുക്ക് സംശയമുണ്ട്. പെയിന്റിംഗ് ജോലി ചെയ്ത് ഒരു കുടുംബത്തെ കരകയറ്റി കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഈ പിതാവ് ഒരു വിധത്തിലും എത്രത്തോളം ഒരു എന്താ പറയുന്നത് ഇതിനൊക്കെ? നമ്മുടെ നാട്ടില് ഇതൊക്കെ ഇപ്പം സാധാരണയായിക്കൊണ്ടിരിക്കുവാണ്. പഠിക്കാനെന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര പ്രതീക്ഷയോടുകൂടിയാണ് കുട്ടികളെ കോളേജിലേക്ക് അയക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ കുറെ അധ്യാപകര്, കുറെ റാഗിങ്, ഇതൊക്കെ കൊണ്ട് കുട്ടികൾക്ക് പറ്റുന്നില്ല. സീതാസാധ്യമായിട്ടുള്ള കുട്ടികളെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ പറ്റില്ല. അവരെന്ത് ചെയ്യും? ഇതിനകത്ത് ഒരു അധ്യാപകനാണ് ചെയ്തതെന്ന് പറയുന്നത്. അധ്യാപകനല്ല, 3 പേരുടെ കാര്യം പറയുന്നുണ്ട്. ഇവർക്കൊന്നും മക്കളില്ലേ? ഇവർക്കൊക്കെ മക്കളില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? അവർക്ക് ഓർത്തൂടെ? ഇപ്പൊ ഈ പറയുന്നതിലെ മെയിൻ അധ്യാപകന്റെ മോള് ആരോടോ ഒളിച്ചോടിപ്പോയി, അതിന്റെ ദേഷ്യം ഈ കുട്ടികളോട് തീർക്കുന്നു എന്നൊക്കെയാ ന്യൂസിൽ പറയുന്നത്. തനിക്ക് എന്താടോ തന്നെന്ന് ഇത് ന്യൂസിൽ പറഞ്ഞ കണക്ക് അധ്യാപകനെന്നൊന്നും വിളിച്ചുകൂടാ? തന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഇതൊക്കെയാണോ കുട്ടികൾ? തനിക്ക് പഠിപ്പിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ വീട്ടിലെങ്ങാനും ഇരിക്കണോ? തന്റെ മോള് പോയി എന്നുണ്ടെങ്കിൽ താൻ ജോലി രാജിവെച്ചിട്ട് വീട്ടിലെങ്ങാനും ഇരിക്കും, പാവപ്പെട്ട കുട്ടികളുടെ മേളിൽ കുതിര കയറാതെ. ഇവനെയൊക്കെ എന്ത് ശമ്പളവും കൊടുത്ത് ഇവനെയൊക്കെ അധ്യാപകനാക്കി വെച്ചേക്കുന്നു. എന്താ അല്ലേ? നമ്മുടെ കുട്ടികളെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് കോളേജിലേക്ക് അയക്കുന്നത്. നമ്മളൊക്കെ സാധാരണക്കാരൻ. നമ്മളൊന്നും അങ്ങ് പൈസ ഒരുപാട് ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മുടെ കുട്ടികൾ പഠിക്കണം. ഈ ഒരു ന്യൂസിലെ ഈ ഒരു കുട്ടി തന്നെ അവരുടെ വീട്ടിലെ 2 പെൺകുട്ടികളും ഈ ഒരു കുട്ടി ആൺകുട്ടിയായിട്ട് അതിന് പഠിക്കണമെന്നുള്ള വാശി കൊണ്ട് പഠിക്കാനായിട്ട് പോയത്. അങ്ങനെയുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് പെയിന്റ് പണിക്കാരന്റെ മകൻ ജാതി പറഞ്ഞ്, പിന്നെ നിനക്കൊക്കെ നാണമില്ലേ അധ്യാപകരെ? എന്താ പറയുന്നത്? ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ സസ്പെൻഡ് ചെയ്താൽ പോരാ. ഇവന്മാരെയൊക്കെ ഇഞ്ചായി കൊല്ലണം. അതാ നാട്ടുകാരെല്ലാം കൂടെ ഇറങ്ങിയിട്ട് ചെയ്യണം. അതാ വേണ്ടുന്നത്. അവനിപ്പോ സുഖമായിട്ട് അവിടെ ഫ്രസ്ട്രേഷൻ തീർത്തിന്റെ സമാധാനത്തിൽ ഇരിക്കുന്നുണ്ടാവും അവന്റെ വീട്ടില്. ഈ കുട്ടിയുടെ പെങ്ങള് പറയുന്നത് നമുക്ക് കേൾക്കാം. ഇപ്പോഴീ HOD ഇങ്ങനെ സംസാരിച്ചല്ലോ, പട്ടിയെ പോലെയാണ് നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലെല്ലാം എല്ലാ രീതിക്കും അവനോട് നല്ല ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനോടും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. റാം സാറ് ഇവിടെ പഠിക്കുന്നത് ടാർഗറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ, അയാൾ കൊന്നിട്ടേ പോകുള്ളൂ. അത് ആദ്യമേ പറഞ്ഞു. കൊല്ലാനായിട്ട് നിനക്കൊക്കെ തന്ന് വിട്ടേക്കുന്നതാണോ കൊന്നിട്ടേ പോകത്തുള്ളൂ? ഇവനെയൊക്കെ ആരെ ഇങ്ങനെ ഇത്രയും ഫ്രസ്ട്രേഷൻ, ഇത്രയും ആയിട്ടുള്ള മെന്റൽ എന്നു പറയാം. ഇവർക്കൊക്കെ സൈക്കോയായിട്ട് പ്രോബ്ലംസ് ഉള്ള സൈക്കോ തന്നെയാണ് അവനൊക്കെ. ഇയാളെയൊക്കെ അധ്യാപകരായിട്ട് വെച്ചേക്കുന്ന ആ കോളേജിനെ വേണം പറയാൻ. ആ കോളേജിനെ എടുത്ത് കളഞ്ഞൂടായിരുന്നു അവരെയൊക്കെ. ഡോക്ടറായി നിധിൻ മടങ്ങിയെത്തുന്നതും കാത്തിരുന്ന അച്ഛനും അമ്മയ്ക്കും 2 സഹോദരിമാർക്കും അവരുടെ മുന്നിലേക്ക് നിധിൻ വീണ്ടും ഒടുവിലായി മടങ്ങിയെത്തുകയാണ്. പക്ഷെ അത് ജീവനറ്റ ശരീരമായാണ്. പലതരം സങ്കട കാഴ്ചകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ നിൽക്കുന്നത് അങ്ങേയറ്റം ഒരു കുടുംബം നുറുങ്ങിപ്പോയ ഒരു കാഴ്ചയ്ക്ക് നടുവിലാണ്. ഇന്നലെ ഞാൻ ഈ വീട്ടിൽ ആദ്യം എത്തുമ്പോൾ മുതൽ ഞാൻ കേൾക്കുന്നതാണ് ഈ കുടുംബത്തിന്റെ വിലാപം. അത് അടങ്ങുന്നില്ല, ഇനി അത് അടങ്ങാനും പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പം പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. വെള്ളിയാഴ്ചയാണ് അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിലെ കെട്ടിടത്തിൽ നിന്ന് വീണ നിലയിൽ നിധിനെ കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു രോഗിയാണ് നിധിനെ കാണുന്നത്. അപകട വാർത്തയാണ് ആദ്യം വീട്ടിലേക്ക് വിളിച്ചറിയിക്കുന്നത്. അച്ഛനെയാണ് വിളിച്ചറിയിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഇതിന്റെ മരണവാർത്തയെ പറ്റി. ആ സമയം മുതൽ ഈ കുടുംബം നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തത്ര വലിയ ദുഃഖത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിന്റെ സഹോദരി ഭർത്താവും കൊച്ചച്ഛനുമാണ്. അവര് അച്ഛനും അമ്മയും പെങ്ങന്മാരും ഒക്കെ എങ്ങനെ സഹിക്കും? കണ്ടില്ലേ, പാവം അച്ഛൻ, പാവപ്പെട്ട മനുഷ്യൻ, പാവപ്പെട്ട ആൾക്കാരാണ്, വളരെ പാവങ്ങളാണ്, വളരെ പാവങ്ങൾ. അവരെങ്ങനെ സഹിക്കും? ഒരേ ഒരു മോനേ ഉള്ളൂ, അത് പഠിക്കാനെന്നും പറഞ്ഞുകൊണ്ട് അതിനെ വിട്ടതാ. എന്നിട്ട് അത് ഈ രീതിയിലായി കഷ്ടം. അതിന്റെ ID കാർഡും കൈ പിടിച്ചുകൊണ്ട് അച്ഛൻ കരയുന്നു. സഹിക്കാൻ പറ്റത്തില്ല. എനിക്കൊരു മോനുണ്ട്. അത് ഞാനും ഇങ്ങനെ ആലോചിക്കുവാണ്, എങ്ങനെ വിടും നാളെ ഓരോ കോളേജുകളിലേക്കൊക്കെ? എങ്ങനെ വിടും?
നമ്മൾ കുട്ടികളെയൊക്കെ കോളേജിലൊക്കെ വിട്ടിട്ട് വീട്ടിൽ എങ്ങനെ സമാധാനത്തോടെ ഇരിക്കും? ഈ കുട്ടി തന്നെ ആദ്യം അങ്ങോട്ട് കുറച്ച് ദിവസം പോയിട്ട് സീനിയേഴ്സിന്റെ റാഗിങ് ചെയ്തു. അതിന്റെ ഫലമായിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഇനി ഞാൻ പഠിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നതാണ്. പിന്നെ ഇവരെ വീട്ടുകാരെല്ലാം കൂടെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതെന്നാ പറയുന്നത്. അപ്പോൾ അവരെങ്ങനെ സഹിക്കും? അവർ വിചാരിക്കുന്നുണ്ടാവും, അയ്യോ നിർബന്ധിച്ച് പറഞ്ഞു വിടണ്ടായിരുന്നു, വീട്ടിൽ തന്നെ ഇരുത്തിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടാവും. അവർ വിചാരിച്ചു കുട്ടികളല്ലേ, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവരുടെ ഇതിന്റെ മൈൻഡ് ഇങ്ങനെയാവും എന്നുള്ളത് എൻ്റെ അച്ഛനും അമ്മയ്ക്കോ അല്ല ആർക്കെങ്കിലും നമ്മൾ കരുതുന്നുണ്ടോ? പഠിക്കാൻ വിട്ടു, പഠിച്ച് നാളെ നല്ലൊരു ഡോക്ടറായി വരും എന്നുള്ള ഒരു ഇതോടുകൂടി അച്ഛനും അമ്മയും പറഞ്ഞു വിട്ടതാണ്. പക്ഷെ തിരിച്ചു വന്നത് കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ ഇതിൽ നിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ, അതിനുശേഷം അടുത്താണ് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ടു യു എന്ന് പറഞ്ഞു, ഒറ്റയ്ക്ക് തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള. അവിടെ കൊണ്ടിട്ട് എന്തൊക്കെയാണ് പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങി നിന്റെ കൈയും കാലും വിട്ടും, നീ കൈയില്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ സംഗീതം നമ്മളെല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കും. അപ്പോൾ അജീഷമ പറഞ്ഞു ഇതിന് കൂളെന്ന് പറഞ്ഞു. ഇല്ല ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. അല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടുള്ളായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ്സും ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി. നിതിൻ പറഞ്ഞ വാക്കുകളാണിത്. അതിനെ സ്റ്റാഫ് റൂമിൽ വിളിച്ച് എല്ലാവരും കൂടെ ഇൻസൾട്ട് ചെയ്തു, ഇഡിയറ്റ് എന്ന് വിളിച്ചു. എന്തൊക്കെ ഹരാസ്മെന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ആർക്കറിയാം? ഇവരൊക്കെ വലിയ ഡോക്ടേഴ്സ് അല്ലേ? വലിയ ഡോക്ടേഴ്സിന് അവർക്ക് ചെറിയ പാവപ്പെട്ട കൊച്ചുങ്ങളെയൊക്കെ കാണുമ്പോഴത്തേന് അവർക്കൊക്കെ അങ്ങ് അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ടുള്ള ഒരു ഉപകരണം എന്നുള്ള രീതിയിൽ അങ്ങ് എന്തും പറയും അങ്ങ്. ചിലവരെയൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ? അങ്ങനെ അങ്ങ് സംസാരിക്കും, എന്താ പറയേണ്ടതെന്ന് അറിയാം ഏതാ സംസാരിക്കും. ഈ ചോരത്തിളപ്പുള്ള ഈ ചെറിയ കൊച്ചുങ്ങൾ അവരും തിരിച്ചു പറയും. കാരണം ഇന്നത്തെ ഒരു ലോകത്തില് അമ്മയോ അച്ഛനും മക്കളെ എന്തെങ്കിലും പറഞ്ഞാൽ വരെ മക്കള് തിരിഞ്ഞു നിൽക്കും. അപ്പൊ ഈ കുട്ടിയും ഐഡിയറ്റ് എന്ന് വിളിച്ചപ്പം സെയിം ടു യു എന്ന് പറഞ്ഞെന്ന് പറയുന്നിട്ടില്ലേ, പറയും. കാരണം അത്രയ്ക്ക് ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നല്ലേ ഇതിൽ തന്നെ ആ വോയിസിൽ തന്നെ നിതിൻ പറയുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടായിരിക്കും, അത്രയ്ക്ക് പറ്റാഞ്ഞിട്ടായിരിക്കും ആ കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ചെയ്യരുതായിരുന്നു, അത് നിന്ന് പൊരുതി കാണിക്കണമായിരുന്നു. പക്ഷെ ഒരു നിമിഷത്തെ മൈൻഡിന്റെ അതൊന്നും ആർക്കും പെട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്കൊക്കെ പൊരുതണമായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു. പക്ഷെ നിതിനെ കണക്കുള്ള കുട്ടികൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ളവരുടെ മുന്നിൽ നന്നായിട്ട് ജീവിച്ച് നല്ലൊരു ഡോക്ടറായി പറയുന്നവരെയും കാട്ടിയും കുറച്ചുകൂടി ഉയർന്ന റാങ്കിലുള്ള ഒരു ഡോക്ടറായി കാണിക്കുക തന്നെ വേണം. കാണിച്ചിട്ട് വേണം പ്രതികാരം ചെയ്യാൻ, അല്ലാതെ ഇങ്ങനെയല്ല പ്രതികാരം ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അവർ പറഞ്ഞു ഇപ്പം ഇവിടെ തോറ്റതാരാ? നിതിൻ തോറ്റു. നിതിന്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാതെ പോയി. അല്ല ആ ഡോക്ടർക്ക് എന്താ? അയാളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഇനി അയാൾ അടുത്ത വരെ തേടി പോകും. അയാൾക്ക് അത്രേ ഉള്ളൂ. അയാളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ടുള്ള ഒരു ഉപകരണമായിരുന്നു നിതിൻ. നിതിൻ പോയപ്പോൾ ഇനി വേറൊരാളെ കണ്ടുപിടിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ നിതിൻ പോരാടി അയാൾക്കെതിരെ ആളുകളെ കൂട്ടി അയാൾ നല്ലതായിട്ട് പഠിച്ച് നല്ല ഒരു ഡോക്ടറായി അയാൾക്ക് കാണിച്ചു കൊടുക്കണമായിരുന്നു. കാണിച്ചു കൊടുത്തിട്ട് അയാളെ എല്ലാവരെയും കൂട്ടി, ഇന്നത്തെ കാലത്ത് മീഡിയ ഒക്കെ ഇല്ലേ, മീഡിയയിലൂടെയൊക്കെ പറഞ്ഞിട്ട് അയാളെ നാണം കെടുത്തി അങ്ങനെ ചെയ്യണം. പിന്നെ ഒരു കാര്യമുണ്ട്, കുട്ടികളെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവരില്ലേ ഇന്റേണൽ മാർക്ക് കൊടുക്കേണ്ടത്, ഈ അധ്യാപകരല്ലേ ഇന്റേണൽ മാർക്ക് കൊടുക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? ഇവരുടെ നേരെ തിരിയുവാന്നുണ്ടെങ്കിൽ ഇവർ ഇന്റേണൽ മാർക്ക് കൊടുക്കില്ല. ഇന്റേണൽ മാർക്ക് കൊടുക്കാതിരുന്നാൽ കുട്ടികൾ ഫെയിൽ ആയിപ്പോവും. അത് പേടിച്ചിട്ടാണായിരിക്കും ഇവരാരും മിക്കവാറും ഉള്ള കുട്ടികളെല്ലാം മിണ്ടാതിരിക്കാനുള്ള കാരണം അത് തന്നെയാണ്. ഇന്റേണൽ മാർക്കിനെ പേടിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഇവർ കുറയ്ക്കും ഇന്റേണൽ മാർക്ക്. ഈ ശവങ്ങളായിട്ടുള്ള ഈ അധ്യാപകരല്ലേ കൊടുക്കേണ്ടത്, നാറികളായിട്ടുള്ള. അവർ കൊടുത്തില്ലെങ്കിൽ കുട്ടികളുടെ ഫ്യൂച്ചർ പോയില്ലേ. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതുകൊണ്ട് എന്താ ഫലം? ഒരു ഫലവും ഇല്ല. അത് പേടിച്ചിട്ടൊക്കെ ആയിരിക്കും കുട്ടികളൊന്നും പറയാത്തത്. ഇനി അത് പേടിച്ചിട്ടാണോന്നും അറിയത്തില്ല. നിതിൻ പറഞ്ഞത് അവന് പഠിക്കണതിൽ ഭയങ്കര ഇതാണ്. അപ്പോഴും HOD പറഞ്ഞു, റാം എന്നാണ് അയാളെ പേര്. അപ്പോൾ HOD പറഞ്ഞു, അമ്മ ഞാൻ പഠിക്കണതുകൊണ്ട് അയാൾ ഭയങ്കര ഇതാണ്, 10 മാർക്കിന് കുറയ്ക്കുമെന്ന് പറഞ്ഞു. 10 മാർക്കിന് തന്നെ ഞാൻ കുറപ്പിക്കൂടാന്ന് പറഞ്ഞു. അപ്പോഴവിടെ ഉള്ള ടീച്ചർമാരും ഒരു ലതാമൻ എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സ്നേഹമാണ് ഈ മോനും. പിന്നെ പ്രിൻസിപ്പാൾ ഇവിടെ കാട്ടാക്കടവിലാണ്, അവർക്ക് ഇവരുടെ ഭയങ്കര സ്നേഹമാണ്. അപ്പോഴും ഇവരവിടെ ആദ്യം 2-3 മാസത്തേക്ക് മുമ്പ് ഇവൻ പുഴുത്ത പട്ടിയെന്നും പിന്നെ ജാതി പറഞ്ഞ ആക്ഷേപം, അതെല്ലാവരും അങ്ങനെയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു അധിക്ഷേപം ഉണ്ടാകാൻ എന്തെങ്കിലും കാരണം, ഇങ്ങനെ ഒരു വ്യക്തി വൈരാഗ്യം ഉണ്ടാകാൻ ഇതിനോട് എന്തെങ്കിലും പ്രശ്നം? അവരിതില്ല. പക്ഷേ ഇയാളെ മോള് ഇറങ്ങിപ്പോയി എന്റെ വൈരാഗ്യം ഈ കോളേജ് പിള്ളേരോടെയാണ് കാണിക്കണം. പക്ഷെ ഈ പഠിക്കുന്ന പിള്ളേരെ അയാൾക്ക് ഇഷ്ടമല്ല. അയാൾക്ക് എല്ലാം ഈ കഞ്ചാവും മയക്കുമരുന്നും അങ്ങനെയൊക്കെ ഉള്ള അവർ ആ പിള്ളേരോടെയാണ് ഇയാൾക്ക് ഇഷ്ടം. അങ്ങനെയുള്ള കുട്ടികളല്ല ഇപ്പൊ പുതിയ കുറെ കുട്ടികൾ. എന്താ പറയുന്നത്? പാവം ഈ അമ്മയ്ക്കും അച്ഛനും എല്ലാം സഹിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അല്ലാതെ നഷ്ടപ്പെട്ടത് അവർക്ക്. നെടുമങ്ങാട് നിതിന്റെ വീട്ടിലേക്കാണ്. പൂക്കോട് വെറ്ററിനറി കോളേജിൽ റാഗിങ്ങിനിടെ മരിച്ച സിദ്ധാർത്ഥിന്റെ അമ്മ നിതിന്റെ വീട്ടിലേക്ക് വരികയാണ്. വല്ലാത്തൊരു കാഴ്ചയാണത്. പഠിക്കാനായി മിടുക്കരായ മക്കളെ കോളേജിലേക്ക് അയച്ച് അവരെ നഷ്ടപ്പെട്ടു പോയ 2 അമ്മമാർ തമ്മിലാണ് കാണുന്നത്. സ്വന്തം മകന് നീതി കിട്ടാൻ വലിയ നിയമ പോരാട്ടം പ്രതിസന്ധികൾ മറികടന്ന് നടത്തിയ ഒരു അച്ഛനും അമ്മയുമാണ് സിദ്ധാർത്ഥിൻ്റേത്. കണ്ണീരോടെ സിദ്ധാർത്ഥിന്റെ
അമ്മ നിതിൻ്റെ അമ്മയ്ക്കൊപ്പം ഇരിക്കുന്ന ദൃശ്യം. മറ്റാരെക്കാളും നിതിൻ്റെ അമ്മ അനുഭവിക്കുന്ന ദുഃഖം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരമ്മയാണ്. സമാനമായി പൂക്കോട് വെറ്റിനറി കോളേജിൽ ക്രൂരമായ സഹപാഠികളുടെയും SFI പ്രവർത്തകരുടെയും റാഗിങ്ങിന് വിധേയമായി ജീവൻ നഷ്ടമായ സിദ്ധാർത്ഥിൻ്റെ അമ്മയാണ് ഇപ്പോൾ നിതിൻ്റെ അമ്മയെ കാണാനായി, ആ കുടുംബത്തോടൊപ്പം നിൽക്കാനായി ആ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. കുറച്ച് നാൾ മുന്നേ വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥ് ആ കുട്ടിയും ഇതേ കണക്കായിരുന്നു. അത് പിന്നെ ഇങ്ങനെ അതിൻ്റെ ഈ പിക്ചറുകളൊക്കെ കണ്ടു, അതിനെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നതും ഡ്രസ്സുകൾ പോലും ഇല്ലാതെ അതിനെ കോളേജിൻ്റെ ഗ്രൗണ്ടിൽ കെട്ടിയിട്ടേക്കുന്നതും അത് നമുക്ക് കണ്ടിട്ട് ഒരമ്മ എന്നുള്ള രീതിയിൽ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. അത് ഞാൻ കണ്ടിട്ട് കുറേ കരഞ്ഞു. ഞാനത് ഒരു 2-3 ദിവസത്തേന് ഞാൻ ആ ഒരു ന്യൂസ് കണ്ടിട്ട് എനിക്ക് തന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ് ആ സിദ്ധാർത്ഥിൻ്റെ മരണം. അതും ഇതേ കണക്കാണ്. ആ കുട്ടിയും നല്ല ഒരു കുട്ടിയായിരുന്നു, കഴിവുള്ള നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അതും ഇതേ കണക്കാണ്. അപ്പം സിദ്ധാർത്ഥിൻ്റെ അമ്മയും നിതിൻ്റെ അമ്മയെ കാണാൻ വന്നു. എന്ത് ചെയ്യും നമ്മൾ അമ്മമാർ, എന്ത് ചെയ്യും? ഇത് കണക്ക് കുറച്ച് കോളേജുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മനുഷ്യരെ, കുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ട്. നമ്മൾ അറിയുന്നോ? നമ്മളിപ്പോൾ നമ്മുടെ കുട്ടികളെ നല്ലതുപോലെ പഠിച്ച് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണമെന്ന് വിചാരിച്ച് നല്ല കോളേജുകൾ നോക്കി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി കോളേജിലേക്ക് വിടും. അവിടുത്തെ പിള്ളേരുടെ റാഗിങ് ആയാലും അതിനും നീതി കിട്ടിയിട്ട്, അത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അത് അന്ന് ഒരു പക്ഷേ അന്ന് അത് ചെയ്ത ആൾക്കാർക്ക് നല്ല കടുത്ത ശിക്ഷ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് ആവർത്തിക്കില്ലായിരുന്നു. പക്ഷെ അവരെ വെറുതെ വിട്ടു. അവർക്ക് അങ്ങനെ ചെയ്ത കുട്ടികൾക്കൊക്കെ ഒരു കുഴപ്പമില്ലാതെ അവർ പിന്നെ എക്സാം എഴുതാൻ അനുവദിച്ചു. അവരുടെ ഫ്യൂച്ചർ നോക്കണം, അവരെ എക്സാം എഴുതാൻ അനുവദിക്കണം. ഈ സിദ്ധാർത്ഥിന്റെ ഫ്യൂച്ചർ എന്തായി? അധികാരികളെ, സിദ്ധാർത്ഥിന്റെ ഫ്യൂച്ചർ എന്തായി? സിദ്ധാർത്ഥിനെ ഈ രീതിയിൽ കൊന്ന അവർക്കിടെ ഫ്യൂച്ചർ ഉണ്ട്, കൊലയാളികൾക്ക് ഫ്യൂച്ചർ ഉണ്ട്. മരിച്ചുപോയ സിദ്ധാർത്ഥിന്റെ ഫ്യൂച്ചർ എവിടെ? അതേ കണക്കാണ് സിദ്ധാർത്ഥെങ്കിൽ ഇന്ന് നിതിൻ. എന്താ ഇത് അധികാരികളെ? കോളേജ് എന്തിനാണ് നിങ്ങൾ ഈ കോളേജിന് ലൈസൻസ് കൊടുക്കുന്നത്? പ്രൈവറ്റ് കോളേജുകളാണെന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ. എന്തിനാണ് ലൈസൻസ് കൊടുക്കുന്നത്? അടിച്ച് തകർക്കണം ഇങ്ങനെയുള്ള കോളേജുകൾ. ഞാൻ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞതായിട്ട് ഞാനും കേട്ടു. അത് അവൻ്റെ സഹോദരിയോട് ഇങ്ങനെ സംസാരിച്ചതായിട്ടും ഞാൻ എൻ്റെ വൈഫിനോടും ചോദിച്ചു, അവൻ്റെ മൂത്ത സഹോദരി ചോദിച്ചു. അത് ഉള്ളത് തന്നെയാണ്, ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അവൻ ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരാനിരിക്കാമെന്നാണ് ഇളയ സഹോദരി പറഞ്ഞത്. വിളിച്ചിരുന്നു. ഒരിക്കലും ഇല്ല. അതുമല്ല, അവൻ അങ്ങനെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതിനും ഒരുപാട് പ്രശ്നം. അവർ ചെറിയൊരു കുടുംബത്തിൽ നിന്ന് ഒരാളാണ്. അവൻ 4 വർഷം ഇതിനുവേണ്ടി +2 കഴിഞ്ഞ് ഒറ്റയ്ക്ക് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകാണ്ട് സ്വന്തമായിട്ട് പഠിച്ച് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് വന്ന ഒരാളാണ്. അപ്പോൾ അവൻ്റെ ഡ്രീമാണ് ഈ ഒരു സീറ്റ് MBBS കിട്ടാത്തതിൻ്റെ ഒരു ഇതിലാണെങ്കിൽ പോലും അവൻ ഡെന്റലിൽ ചേർന്നു. അതവൻ്റെ ആഗ്രഹം കൊണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഫ്രം ദ ബിഗിനിങ് റാഗിങ് ആയിരുന്നു അവിടുത്തെ ഒരു ആദ്യത്തെ ഇഷ്യൂ. അത് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് വന്ന ഒരു കുട്ടിയാണ്. MBBS ആഗ്രഹിച്ചു, പക്ഷെ MBBSൽ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ നന്നായിട്ട് പഠിച്ച് എന്തായി? ഇത്രയും പഠിച്ചത് എവിടെ? ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ, ഇത്രയും ഇതായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിലൊരു പ്രത്യേക അധ്യാപകന്റെ പേര് പറഞ്ഞു, HOD ഭാഗത്ത് നിന്ന് വലിയ അധിക്ഷേപം നേരിട്ടു. അത് കുടുംബത്തിനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ജാതി പറഞ്ഞ്, വർണ്ണം പറഞ്ഞ്, ആ രീതിയിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായതായിട്ട് വിവരം കിട്ടിയിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു കംപ്ലയിന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളൊരു എൻക്വയറി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആരോപണ വിധേയരായ ആരൊക്കെയാണോ അവരെന്തായാലും നമ്മളിപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ട് ഒരു അന്വേഷണം നടത്താനാണ് കോളേജിന്റെ സൈഡിൽ നിന്ന്. ബാക്കി ഇൻവെസ്റ്റിഗേഷൻ പോലീസിന്റെ സൈഡിൽ നിന്ന് വരുന്നു, അതിന്റെ കൂടെ സഹകരിക്കാന്നുള്ളതാണ്. ആരോപണ വിധേയരെ ഒരു പ്രത്യേകത്തേക്ക് മാറ്റി നിർത്തുന്നതാണ്. അതെ, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ കോളേജിന്റെ ഒരു എൻക്വയറി കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. മെൻഷൻ ചെയ്ത HOD, അതിനപ്പുറത്ത് 2 അധ്യാപകരുടെ പേര് അവരെല്ലാം മാറ്റി നിർത്തുന്നത്. അതെ, അവർ 2 പേരാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരുടെ റിട്ടേൺ കംപ്ലയിന്റ് ഒന്നും തന്നിട്ടില്ല. ഇന്നിപ്പോൾ ഇവർ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ മാറ്റി നിർത്തിയിട്ട് ഒരു അന്വേഷണം നടത്തുകയാണ് കോളേജിന്റെ എൻക്വയറി കമ്മിറ്റി. മറ്റൊന്ന്, ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് സീനിയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് റാഗിംഗ് ഉണ്ടായിരുന്ന ആരോപണം കൂടിയുണ്ട്. എന്ത് അന്വേഷണം നടത്തിയിട്ട് എന്ത് കാര്യം? ഇതിന്റെ ചൂട് മാറുന്നത് വരെ അന്വേഷണം, ആ കമ്മിറ്റി ഈ കമ്മിറ്റി ഭയങ്കര ഇതൊക്കെ കാണിക്കും. ഇത് കഴിഞ്ഞ് ഇതിന്റെ ഒരു ചൂടൊന്ന് തണുത്ത് മീഡിയക്കാരൊക്കെ ഒന്നും മിണ്ടാതിരുന്ന് ഇതൊന്ന് തണുക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ സിദ്ധാർത്ഥിന്റെ അത് കണക്കല്ലേ? അവർ സിദ്ധാർത്ഥിന്റെ അമ്മയും അച്ഛനും ഇപ്പോഴും പോരാട്ടം തുടരുന്നു. അവർക്ക് എന്ത് നീതി കിട്ടി? ഒരു നീതിയും കിട്ടിയില്ല. നമ്മുടെ നാട്ടിൽ ഇത് കണക്കൊക്കെ തന്നെയാണ്, ഒരു നീതിയും കിട്ടില്ല. എത്രയോ നാളുകൾ കൊണ്ട് സിദ്ധാർത്ഥിന്റെ അമ്മയും അച്ഛനും കയറി ഇറങ്ങി നടക്കുന്നു. എന്താ ഫലം? ഇത്രയും അന്വേഷണങ്ങളും അതും ഇതുമൊക്കെ നടത്തുന്നെന്ന് പറഞ്ഞു. നിതിനെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇല്ല. കുറെ അന്വേഷണ കമ്മിറ്റി ഉണ്ടാക്കുന്നു, ആ കമ്മിറ്റി ഉണ്ടാക്കുന്നു, ഈ കമ്മിറ്റി ഉണ്ടാക്കുന്നു, ഞങ്ങൾ അവരെ മാറ്റി നിർത്തുന്നു, ഇവരെ മാറ്റി നിർത്തുന്നു എന്നൊക്കെ ഇപ്പൊ പറയും. ഇതിന്റെ ചൂടൊന്ന് ആറി കഴിയുമ്പോൾ മീഡിയക്കാരും ഒന്നും പറയുന്നില്ല. അവരൊക്കെ ഒന്ന് തണുത്തു, അവരൊക്കെ വേറെ ന്യൂസ് തേടി പോയി എന്ന് കാണുമ്പോൾ നിർത്തൂ. ഇത് അല്ലാതെ വലിയ ഫലമൊന്നുമില്ല. നഷ്ടപ്പെട്ടത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും. അവർക്കെന്നും വിഷമിക്കാനായി. കുട്ടി ആത്മഹത്യ ചെയ്യാൻ അതിന്റെ മനസ്സ് എന്തോരം നൊന്ത് കാണും, എന്തുമാത്രം വേദനിച്ച് കാണും, എന്തുമാത്രം കരഞ്ഞു കാണും, എത്രമാത്രം ദിവസങ്ങൾ ഉറങ്ങാതെ കിടന്ന് കാണും. ഒരു ദിവസത്തെ കാര്യമല്ലല്ലോ, പല ദിവസങ്ങളായി നടക്കുന്നു എന്ന് കുടുംബത്തിൽ പരാതി പറഞ്ഞ കുട്ടിയാണ്. മുഖം നോക്കാതെ നടപടിയെടുക്കണം. ഇത്തരം ആളുകൾക്ക് അധ്യാപകരായി തുടരാൻ എന്താ അവകാശമുള്ളത്? അവരാണ് അധ്യാപകർ. അതിനാണോ അധ്യാപകർ ജീവിതത്തിലെ കുട്ടികൾക്ക് മാതൃകയാകേണ്ട ആളുകളാണ്.
അവരാണ് വഴികാട്ടികളാവേണ്ട ആളുകൾ. അവരാണ് ഈ മോശം പരാമർശം നടത്തി. എന്താണ് ഇവരുടെയൊക്കെ പശ്ചാത്തലം? ഇവരൊക്കെ എങ്ങനെയാണ് അധ്യാപകരായത്? നമുക്ക് അവിശ്വസനീയമായ കാര്യമാണ്. അത് ഗൗരവത്തോടു കൂടി അന്വേഷിച്ച് അവരെല്ലാവരെയും അതിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കർശനമായ നടപടി, ഒരു മുഖം നോക്കാതെ ആരാണെങ്കിലും നടപടി സ്വീകരിക്കണം. സിദ്ധാർത്ഥന്റെ കേസിൽ അങ്ങനെ അല്ല ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥന്റെ കേസിൽ ഇത്രയും ദാരുണമായ ഒരു കേസുണ്ടായ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ 150 പേരുടെ മുമ്പിൽ വെച്ചിട്ടാണ് സിദ്ധാർത്ഥന് അവമാനം ഉണ്ടായിരുന്നത് അല്ലെ? അദ്ദേഹത്തിന്റെ വസ്ത്രം ഒഴിഞ്ഞ് കുട്ടിയുടെ മനസ്സ് നൊന്ത് കാണും, കരഞ്ഞിട്ടുണ്ടാവും, ഉറങ്ങാതെ കിടന്നിട്ടുണ്ടാവും, പലതും നോക്കിയിട്ടുണ്ടാവും. അവസാനമായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഈ ഒരു കടുംകൈ ചെയ്തത്. അപ്പോ എന്ത് നീതിയാണ് ഇവർക്കൊക്കെ കിട്ടുന്നത്? നമ്മുടെ മുന്നില് തുടർന്നുകൊണ്ടേ ഇരിക്കല്ലേ ഇതൊക്കെ. എത്രയോ പറയാത്ത കേസുകൾ ഉണ്ടാവും. ഈ കോളേജുകളിലേക്ക് റാഗിങ്, അധ്യാപകരുടെ പീഡനം, ഇതൊക്കെ കൊണ്ട് എത്രയോ കുട്ടികൾ വിഷമിക്കുന്നുണ്ടാവും. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ഇന്റേണൽ മാർക്കിനെ ബാധിക്കും. ഈ അധ്യാപകരല്ലേ ഇന്റേണൽ മാർക്ക് കൊടുക്കേണ്ടത്? അതൊക്കെ നിർത്തലാക്കണം. കുട്ടികൾ പഠിച്ച് പരീക്ഷ എഴുതുന്ന അതിന് മാർക്ക് കൊടുക്കണം. ഈ അധ്യാപകർ കൊടുക്കുന്ന ഇന്റേണൽ മാർക്കിന്റെ ഇതുകൊണ്ടാണ് പല കുട്ടികളും മിണ്ടാതിരിക്കുന്നത്. കാരണം എത്ര ടോർച്ചർ ചെയ്താലും എന്തൊക്കെ ചെയ്താലും ഈ കുട്ടികൾ വിചാരിക്കും ഞങ്ങളെ ഈ അധ്യാപകരോട് തിരിഞ്ഞു നിന്നാൽ നമുക്ക് ഇവർ ഇന്റേണൽ മാർക്ക് തരില്ല, നമ്മൾ ഫെയിൽ ആക്കിയാലോ, നമ്മൾ ഫെയിൽ ആയി പോയാലോ, എത്ര പഠിച്ചാലും ഇന്റേണൽ മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് വരില്ല, ചിലപ്പോൾ ഫെയിൽ ആവാം. അതൊക്കെ പേടിച്ചിട്ടാണ് കുട്ടികൾ മിണ്ടാതിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടേ? നിയമവ്യവസ്ഥിതിയിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് ഈ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യണം. അല്ലാതെ അധ്യാപകരെ അല്ല പ്രൊട്ടക്ട് ചെയ്യേണ്ട, അധ്യാപകരെ പ്രൊട്ടക്ട് ചെയ്യുക. റാഗിങ് ചെയ്യുന്ന കുട്ടികളെ, അന്ന് സിദ്ധാർത്ഥന്റെ കേസിൽ അധ്യാപകരും അവരുടെ കൂടെ ആ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി നിന്നു. സീനിയർ ആയിട്ടുള്ള കുട്ടികളുടെ റാഗിങ്ങിലൂടെയാണ് ആ കുട്ടിയെ ബാത്റൂമിൽ അടച്ചിടുക. ആ സിദ്ധാർത്ഥന്റെ കേസിൽ ഇതിൽ ഇനി എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പിന്നെ അറിയാം. സിദ്ധാർത്ഥന്റെ കേസിലും അതേ കണക്കായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വന്നത്. അതേ കണക്ക് ഇതിനകത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പിന്നീട് ന്യൂസിൽ വരും. ആ കുട്ടിയെ ഇങ്ങനെ ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് നമുക്ക് അറിയാൻ പറ്റും. എന്നാലും അധികാരികളെ കണ്ണു തുറക്കൂ, നമ്മുടെ കുട്ടികളെ രക്ഷിക്കൂ. ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ ഒരു സ്ഥിതി വരുത്തരുതേ. അതിനു വേണ്ടിയിട്ട് കർശനമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കൂ. അതേ പറയാൻ പറ്റും. ഞാനും ഒരു അമ്മയാണ്. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങള് നിസ്സഹായരാണ്. നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കുന്ന അധികാരികളെ കണ്ണു തുറക്കൂ, രക്ഷിക്കൂ. ഇതേ പറയാനുള്ളൂ. ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ഇതെല്ലാം സഹിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ ദൈവം. ആ കുട്ടിക്ക് ആത്മാവിന് മോശം കൊടുക്കട്ടെ. കിട്ടില്ല, അത് അത്രയ്ക്ക് ബുദ്ധിമുട്ടിയായിരിക്കും ചെയ്തിട്ടുണ്ടാവും.